എല്ലാവർക്കും നമസ്കാരം. സുഖാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. ഓം നമോ ഭഗവതേ യക്ഷകുബേരായ വൈഷ്ണവായ ധനധാന്യദീപത്തയേ ധനധാന്യ മൃത്യുമേ ദേഹിതാപായ സ്വാഹം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ കുബേര മന്ത്രം നിത്യവും ഭക്തി പുരസ്കരം രാവിലെ 7 തവണ ജപിച്ച് അല്പം പഞ്ചസാര എറുമ്പുകൾക്ക് ദാനം ചെയ്യുക. നിങ്ങളുടെ സർവ്വ ഐശ്വര്യം വരുവാൻ സാധ്യതയുണ്ട്. പൂജകൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഫലം സിദ്ധിക്കുന്നില്ലെങ്കിൽ ഇത് ഉപയോഗിക്കുക. മറ്റൊരു വിഷയമായിട്ടാണ് ഞാൻ വന്നത്, അത് പറയുകയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാവരും പോകും. ക്ഷേത്രത്തിൽ കണ്ണാടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി എല്ലാ ദേവതകളെയൊക്കെ തൊഴുതതിന് ശേഷം നമ്മൾ വന്നിട്ട് ചന്ദനം തീർത്ഥം വാങ്ങിക്കുക. വാങ്ങിച്ചു കഴിഞ്ഞാൽ കണ്ണാടിയിൽ നോക്കി നമ്മൾ കുറി തൊടുക. ഒരിക്കലും കണ്ണാടിയിൽ നോക്കി ദേവനെ ദർശിച്ച് കിട്ടുന്ന പ്രസാദം നമ്മൾ ചെയ്യരുത്. കണ്ണാടിയിൽ നോക്കി തുടരുത്. നമ്മൾ ഗണപതിയുടെ പ്രസാദം, ഇപ്പോൾ ഗണപതി ഹോമം നടത്തുന്നതിൻ്റെ തിലകം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പുരികത്തിൻ്റെ രണ്ടിൻ്റെ മധ്യഭാഗത്തായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. അതിന് തൊട്ടുമേലായിട്ട് നമുക്ക് മറ്റ് ദേവീ ദേവന്മാരുടെ പ്രസാദം ഉപയോഗിക്കാം. ഏറ്റവും മുകളിൽ ഭസ്മം, ഈ മധ്യഭാഗത്ത് ഭസ്മം, അതായത് അവിടെ ഉപയോഗിക്കാം. നമ്മുടെ ബുദ്ധിജ്ഞാനത്തിൻ്റെയും സർവശിരാകേന്ദ്രങ്ങളുടെയും ഉറവിടമായ 6ാം ഇന്ദ്രിയം പ്രവർത്തിക്കുന്ന അവിടെയാണ്. അവിടെ മാത്രമേ നാം കൃത്യമായി തിലകക്കുറി ഇടാൻ പാടുള്ളൂ. അത് കണ്ണാടിയിൽ നോക്കി ഇടരുതും. കുറി ഇട്ടതിന് ശേഷവും പോയി കണ്ണാടി നോക്കരുത്. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നാണ് പറയാൻ വന്നത്. നമ്മൾ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ കുറിയിടുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഈശ്വരനെ വണങ്ങി കിട്ടിയ പ്രസാദം നമ്മൾ കുറിയായിട്ട് ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ പ്രതിരൂപം കണ്ണാടിയിൽ നിൽക്കുമ്പോൾ നമ്മളുടെ കണ്ണിൽ നിന്ന് ആ കാന്തിക പവർ ആ പ്രതിരൂപത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടൊരിക്കലും നിങ്ങൾ കണ്ണാടിയിൽ നോക്കി കുറിയിടരുത്. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം കുറിയിടരുത്. നിങ്ങൾ ഈശ്വരനെ മനസ്സാൽ വിചാരിച്ച് നിങ്ങളുടെ മോതിര വിരലിലെ വലത്തെ കൈയിലെ മോതിര വിരൽ കൊണ്ട് തിലകം ഇങ്ങനെ തോണ്ടുക, ഇങ്ങനെ ഇടുക. കറക്റ്റ് 2 പുരികത്തിൻ്റെ മധ്യമോ അതിനേക്കാൾ അല്പം മകുലോ അതിനും നെറ്റിയുടെ മധ്യഭാഗത്തോ നിങ്ങൾ ഉപയോഗിച്ചാൽ സർവൈശ്വര്യം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നല്ല കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിൽ കൃത്യമായ മറുപടി ഉണ്ടാകും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ നിൽക്കാം. ഒന്നുകൂടി, ദാരിദ്ര്യ ദുഃഖം അകലുവാൻ കുബേരമന്ത്രം. ഇത് അതീവ ഫലസിദ്ധിയുള്ളതാണ്. നിത്യവും 7 തവണ ജപിച്ച് 1 നുള്ള് പഞ്ചസാര എടുത്ത് അത് 3ആയി ഭാഗിച്ചിട്ട് 3 തവണ എറുമ്പുകൾക്ക് കൊടുക്കുക. കുബേരമന്ത്രം ഒരിക്കൽ കൂടി ജപിക്കുന്നു. യക്ഷകുബേരായ വൈഷ്ണവായ ധനധാന്യദീപത്തയേ ധനധാന്യ മൃത്യുമേ ദേഹിതാപായ സ്വാഹം.